भी मातम अब न होंगे, हो गया दूर मौत का साया, मेरा जीवन बदल गया, हो गया दूर मौत का साया, मेरा जीवन बदल गया। जब से प्यारा यीशु आया, मेरा जीवन बदल गया। यीशु मेरा, इसलिए मैंने ये गीत गाया, मेरा जीवन बदल गया, इसलिए मैंने ये गीत गाया, मेरा जीवन बदल गया। जब से प्यारा यीशु आया, मेरा जीवन बदल गया, जब से मैंने उसे है पाया, मेरा जीवन बदल गया। ദൈവത്തിൻ്റെ രാജ്യവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിനോടകം ഈ പ്രോഗ്രാമിൽ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സഹോദരൻ മിൻറ്റോ ജോൺ. ഇതിനു മുമ്പ് ഒന്നിലധികം എപ്പിസോഡുകൾ അദ്ദേഹം കുടുംബമായി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവർ മേരിലാൻഡിൽ താമസിച്ചുകൊണ്ട് ജോലിയോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. പ്രത്യേകാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഈ മെസ്സേജുകൾ അവർ കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ വിളിക്കുകയും പരിശുദ്ധാത്മാവ് രാജ്യങ്ങൾ മുഴുവൻ വെളിപ്പെടണം, അവൻ്റെ മഹത്വം വെളിപ്പെടണം, എന്ത് വില കൊടുത്തും പരിശുദ്ധാത്മാവിനെ അറിയിക്കത്തക്കവണ്ണം ആ ഒരു മേഖലയിലേക്ക് ജനത്തെ, സഭകളെ നയിക്കത്തക്കവണ്ണം ആമേൻ ദൈവം ഉപയോഗിക്കട്ടെ എന്നുള്ള തൻ്റെ പ്രോത്സാഹന വാക്കുകൾ ഉത്തേജനം പകരുന്നതാണ്. തൻ്റെ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്രദർ മിൻറ്റോ, തൻ്റെ വൈഫ് പ്രീത, ആ ഫാമിലിയെ നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ മിൻറ്റോയെയും കുടുംബത്തെയും കുഞ്ഞിനെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എക്സ്പീരിയൻസ് ഹോളി സ്പിരിറ്റ് എന്ന ഈ പ്രോഗ്രാം അവർ സ്പോൺസർ ചെയ്യുന്ന മുഖാന്തരം പരിശുദ്ധാത്മാവ് അവരെ സ്പർശിക്കട്ടെ കർത്താവേ. ഇപ്പോൾ ഈ മാധ്യമത്തിൽ കൂടി ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ ഫാമിലിയെ ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ വീട്ടിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, ഒരു ശാമുവേൽ ഉണ്ടാകട്ടെ, ഒരു പ്രൊഫറ്റിക് മൂവ്മെൻറ്റിന് വേണ്ടി പരിശുദ്ധാത്മാവരെ കണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങൾ തുടർമാനമായി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുള്ള 9 കൃപാവരങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഒന്നിലധികം എപ്പിസോഡുകളിൽ പ്രവചനവരത്തെക്കുറിച്ച് നാം വളരെ സന്തോഷത്തോടെ ധ്യാനിക്കുവാൻ കർത്താവ് കൃപ നൽകി. പല മേഖലകളിൽ ഞാൻ പോയ ഇടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ, പ്രത്യേകാൽ ഗിഫ്റ്റിൻ്റെ ആക്ടിവേഷൻ നടക്കുന്ന കാണുവാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ യമനിൽ ഷാലേം പ്രയർ സെൻറ്റർ, ഷാലേം ചർച്ച്, യമനിലുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ, അവിടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ MC തോമസ് കുടുംബമായി താമസിച്ച് കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദീർഘ ദിവസങ്ങൾ ഞാൻ അവിടെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സഭയെ ആമേൻ ഒന്ന് ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ആ രാജ്യത്ത് നൽകി തന്നു. സനായിൽ ആ ചർച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അവരായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മേഖലകൾ, ഹോളി സ്പിരിറ്റിനെ കുറിച്ച്, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച്
ഇന്നർ ഹീലിങ്ങിനെ കുറിച്ച്, അതുപോലെ തന്നെ ഫാമിലിയോട് ബന്ധപ്പെട്ട് ഫാമിലി കോൺഫറൻസ്, മിഷനോട് ബന്ധപ്പെട്ട് ദൗത്യ നിർവഹണത്തിൻ്റെ മേഖലകൾ, ഇങ്ങനെയുള്ള പല സബ്ജക്റ്റുകൾ ദീർഘദിവസങ്ങൾ അവിടെ എടുക്കുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങളെ നൽകി. വളരെ വിലപ്പെട്ട ദിവസങ്ങളായിരുന്നു. ഞാൻ പല രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച ഒരു മേഖല എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ അവിടെ ജ്വലിക്കുകയും, വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, ഡിസൈനിങ്സ് ഓഫ് സ്പിരിറ്റ്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വർക്കിംഗ് ഓഫ് മിറക്കിൾസ്, ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ്, പ്രൈസ് ദി ലോർഡ്, ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ അവിടെ വളരെ ശക്തമായി സഭ ഏറ്റെടുക്കുന്നത് കാണുവാൻ കർത്താവ് കൃപ നൽകി. പലരും ദൈവത്തിൻ്റെ ആലോചന അറിയിപ്പാൻ, പ്രവചന ശുശ്രൂഷ നിർവഹിപ്പാൻ ഒക്കെ കർത്താവ് അവസരങ്ങളെ നൽകി. ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കുക. പാസ്റ്റർ MC തോമസ് ഫാമിലി സനായിൽ ഒരു റിവൈവലിന് വേണ്ടി, യമനിൽ ഒരു റിവൈവലിന് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ചില പ്രിയപ്പെട്ടവരുടെ സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ നൽകി. അവരെ സ്നാനപ്പെടുത്തുവാനുള്ള ദൈവകൃപ ദൈവം എനിക്ക് നൽകി തന്നു. എൻ്റെ ഈ യാത്രയിൽ ദൈവത്തിൻ്റെ കൃപയാൽ പ്രത്യേക പവർ വിഷൻ പ്രോഗ്രാം മുഖാന്തരമാണ് അവർ ഇങ്ങനെ ഒരു മിനിസ്ട്രിയെക്കുറിച്ച് പരിചയപ്പെടുകയും ഞങ്ങൾക്ക് മുഖാമുഖം പരിചയമില്ലാത്ത സമയത്തും ടെലഫോണിൽ വിളിക്കുകയും ദൈവാലോചന അറിയുകയും അങ്ങനെ ദൈവം അവരോട് അരുളിച്ചതിനനുസരിച്ച് പോകുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങളെ നൽകി തന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ജനത്തെ, സഭകളെ അതാതിടങ്ങളിൽ രാജ്യവ്യാപകമായി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ മാധ്യമത്തിൽ കൂടി ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും ഒരു ഉണർവിന് പങ്കുണ്ട്. നിശ്ചയമായും ഒരു ഉണർവ് ഗർഭം ധരിച്ച കൺസീവായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഡെലിവറിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരുമിച്ച് നമുക്ക് സനായിലെ ചർച്ചിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് പ്രേക്ഷകരെല്ലാം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, യെസ് ലോർഡ്, ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുകയാണ്. താങ്ക് യു ലോർഡ്. ആ കുടുംബത്തെ, ഫാമിലിയെ, ആ ചർച്ചിനെ, ബിലീവേഴ്സിനെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ദൈവം ധാരാളമായി 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 അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് കൃപാവരങ്ങളിൽ 1-2 മേഖലകളുണ്ട്. അന്യഭാഷകളും അന്യഭാഷകളുടെ വ്യാഖ്യാനവും. ഇത് രണ്ടുമാണ് നമുക്കിനി ധ്യാനിക്കാൻ നിലവിലുള്ളത്. അന്യഭാഷകളെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചകളുടെ മേഖലകളിലേക്ക് വന്ന സമയത്ത് പ്രത്യേക അന്യഭാഷകളുടെ നിറം അവിടെ വെളിപ്പെട്ട് വരികയും ഒക്കെ ചെയ്യുന്നത് കാണുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 9 കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നതിനിടയിൽ ഒരു കൃപാവരമാണ് അന്യഭാഷകൾ, പലവിധ ഭാഷകൾ. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അതർ ടങ്സ്, പലവിധ ഭാഷകൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ആ സമയത്ത് സഭ ഉടലെടുക്കുകയും ജനമെല്ലാം അന്ന് കൂടിയിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. നമുക്കറിയാം, അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 2:4 നാം വായിക്കുന്നത്. ഓക്കെ, അവിടെ ആ അന്യഭാഷകളുടെ വെളിപ്പാടുകളും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും നടക്കുന്നതിന് മുമ്പ് 2 ഭാഗത്ത് അന്യഭാഷകളെക്കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ അന്യഭാഷകളെക്കുറിച്ചുള്ള വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യം വായിച്ചു വരുമ്പോൾ അവിടെയും അന്യഭാഷകളെക്കുറിച്ച് അവിടെ വായിക്കുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, പുതുഭാഷകൾ. ഇങ്ങനെ 2 വചനങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 2-ന് മുമ്പ് അന്യഭാഷകളെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്കതിൻ്റെ ചില മേഖലകളിലേക്ക് നിങ്ങളെ നയിക്കണമെന്ന് ഹൃദയത്തിൽ നിന്ന് ആഗ്രഹമുണ്ട്. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ ഇതാകുന്നു വിശ്രാമം എന്ന് പ്രവാചകൻ പ്രവചിക്കുകയാണ്. ഏത് അന്യഭാഷകളിൽ സംസാരിക്കുന്ന മേഖലകൾ അതൊരു റെസ്റ്റിംഗ് ടൈം ആണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകം നാം വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, പെന്തക്കോസ്ത് നാളിൽ 120 പേർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് ബൈബിൾ പറയുന്നത്, റഷിംഗ് മൈറ്റി വിൻഡ്, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. 120 പേരുടെ മേൽ അഗ്നിജ്വാല പകരുകയും 4-ാം വാക്യത്തിൽ അവർ എല്ലാവരും വായി തുറന്ന അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് പകരുകയാണ് അന്യഭാഷകൾ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഗലീലക്കാരാണ് കൂടിയിരിക്കുന്നവർ. 120 പേർ ഗലീലക്കാരാണ്. അങ്ങേ അപ്പുറത്തൊരു പള്ളിയുണ്ട്, യെരൂശലേം പള്ളി, യെരൂശലേം ദേവാലയം. ആ പള്ളിയിൽ
പള്ളിയിൽ 10-15 രാജ്യക്കാർ ഒരുമിച്ച് ചേർന്ന് പെരുന്നാളിന് വന്നിട്ടുണ്ട്. ബൈബിൾ പറയുന്നു, ഈ മുഴക്കം ഉണ്ടായത് കേട്ടപ്പോൾ ആ പള്ളി വിട്ട് ജനമെല്ലാം ഓടാൻ തുടങ്ങി, മുഴക്കം കേട്ട ഇടത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാൻ കൽപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ തൊട്ടാൽ ചില മേഖലകൾ വിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിലേക്ക് ഓടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം പ്രിയരെ, പലർക്കും വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പല മേഖലകളിലെ പാരമ്പര്യം പറഞ്ഞ്, പൗരോഹിത്യം പറഞ്ഞ് ജനമെല്ലാം കൂടി നിൽക്കുമ്പോൾ മറക്കരുത്, യെരൂശലേം ദേവാലയത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തടസ്സങ്ങളൊന്നും തടസ്സങ്ങളല്ല. ഏത് പാരമ്പര്യത്തെയും പൊട്ടിക്കുവാൻ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിന് കഴിയും. ഞാൻ പറയാറുണ്ട്, ഹോളി സ്പിരിറ്റ് ഇറങ്ങിയ സമയത്ത് ആദ്യം വെളിപ്പെട്ട മിറക്കിൾസിൽ ഒന്നത്രേ പള്ളി കെട്ടുപൊട്ടി. യെരൂശലേം ദേവാലയത്തിന്റെ ബന്ധനം അഴിഞ്ഞ് ജനം മുഴുവൻ ഓടുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ ദേശത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ ജനത്തെ ആത്മാവിന്റെ ആരാധനയിലേക്ക് വിടുവാൻ തടസ്സമായി വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന കയറുകൾ യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിമാറുവാൻ പോകുകയാ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന കർത്തൃദാസിമാരെ, നിങ്ങളുടെ സഭകൾ നിറയുവാൻ പോകുകയാം. ആത്മാക്കളെ കൊണ്ട് ഇരിക്കുവാൻ സ്ഥലം പോരാതെ വണ്ണം ദൈവം തന്റെ ജനത്തെ കൊണ്ടുവരുവാൻ പോകുകയാ. കാരണം മുഴക്കമുണ്ടായി, പരിശുദ്ധാത്മാവിന്റെ മുഴക്ക, എൻഡ് ടൈം റിവൈവൽ, പരിശുദ്ധാത്മാവിന്റെ റിവൈവൽ അത്രയും. ഞാൻ ദൈവത്തെ ശ്രുതിക്കുകയാ. എനിക്കൊരു കാര്യം മനസ്സിലായി, സഭകൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ സഭ ചത്ത സഭയാണ്, നിർജീവമായി പോകുകയാ, ചലനമില്ലാതെയാവുകയാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ യമനിൽ പോയി ശുശ്രൂഷിക്കുമ്പോൾ ഒരു വചനം പറഞ്ഞു വിടുമ്പോൾ തന്നെ ഇരുകരങ്ങളും ഉയർത്തിയവർ സ്വീകരിക്കുകയാണ്. ആത്മാവിന്റെ ഒരു ഫ്ലോ, ആത്മാവിന്റെ ഒരു ഒഴുക്ക്. എനിക്കറിയാം, അങ്ങനെയുള്ള മേഖലകളിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, അറബി ദേശത്ത് ഉള്ളവർ, ഖുറേനക്കാർ, ബൈബിൾ പറയുന്നു റോമാക്കാർ, യഹൂദ്യക്കാർ, ധാരാളം രാജ്യങ്ങളിലെ പ്രിയപ്പെട്ടവർ മർക്കോസിന്റെ മാളിക മുറിയുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്. ഞാൻ നിങ്ങൾക്കിത് കൈമാറട്ടെ. രാജ്യവ്യാപകമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയമാണ്. അവനൊരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന ദൈവമല്ല, അവൻ ഗ്ലോബലാണ്, ഇന്റർനാഷണലായി. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരുടെയൊക്കെയോ അകത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലൊരു കോളിംഗ് ഉള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് ദൈവം നിങ്ങൾക്ക് കൈമാറുക, ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ബൗണ്ടറി പൊട്ടുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, അവർ ഓടി വരുമ്പോൾ ദേണ്ടേ 120 പേരുള്ള ഒരു സംഘം അന്യഭാഷകളിൽ സംസാരിക്കുകയാണ്. ജനം ഓടി വരികയാ, ജനം ഓടി വരികയാ, ജനം ഓടി വരികയാ. ഇവർ പറയുന്ന അന്യഭാഷയാണ്. അന്യഭാഷ മാത്രമാണ് ഇവർ പറയുന്നത്, മറ്റൊന്നും ഇവർ പറയുന്നില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, 11 പത്രോസ് ഈ ജനത്തെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുവാൻ തയ്യാറായി. എന്താണ് അവൻ പ്രസംഗിച്ചത്? അവൻ ഒരുക്കിയ മെസ്സേജ് അല്ല പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. സ്വർഗം പ്രിപ്പയർ ചെയ്ത മെസ്സേജ് പത്രോസ് പ്രസംഗിക്കുകയാണ്. ഇത് ലഹരി പിടിച്ചിട്ടല്ല കേട്ടോ എന്ന് പറയാൻ അവൻ അറിയാം, പക്ഷെ ഇത് എന്താണെന്ന് പറയുവാൻ അവൻ അറിയില്ല. വളരെ പെട്ടെന്നാണ് യോവേൽ പ്രവചിക്കുന്ന പ്രവചനം 2:28 അവന്റെ മുമ്പിൽ കൂടി പറന്നു പോകുന്നത് പോലെ, അവൻ വായിച്ചു പറയുന്നത് പോലെ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാർ, നിങ്ങളുടെ പുത്രിമാർ, നിങ്ങളുടെ യൗവനക്കാർ, നിങ്ങളുടെ വൃദ്ധന്മാർ, നിങ്ങളുടെ ദാസന്മാർ, നിങ്ങളുടെ ദാസിമാർ, എന്റെ ദാസന്മാർ, എന്റെ ദാസിമാർ. പ്രൈസ് ദി ലോർഡ്. ലിംഗവ്യത്യാസം കൂടാതെ, പ്രായ വ്യത്യാസം കൂടാതെ ഓരോരുത്തരുടെ മേലും പകരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് ബൈബിൾ പറയുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെ അന്യഭാഷയുടെ അടയാളത്തോടുകൂടെ ഒരു ദൈവകൃപയിലേക്ക് വരുവാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നാവിനെ വിട്ടുകൊടുക്കുക. യേശു നിങ്ങളുടെ നാവിനെ തൊടുവാൻ പോകുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. അന്യഭാഷകളുടെ ധാരാളം പിരിവുകൾ ബൈബിൾ പറയുന്നുണ്ട്. ഞാൻ ചില എപ്പിസോഡുകളിൽ അത് കൈമാറുവാൻ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ. ഗലീലക്കാര് പറയുന്ന അന്യഭാഷ, പ്രൈസ് ദി ലോർഡ്, വരുന്നത് അറബികൾ, വരുന്നത് എത്യോപ്യക്കാർ, ആഫ്രിക്കൻസ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പത്രോസും യോഹന്നാനും പറയുന്ന അന്യഭാഷകൾ ബൈബിൾ പറയുന്നു എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷകൾ പറയുമ്പോൾ അറബി ഭാഷ അറിയാവുന്ന അറബികൾ വന്നു നിൽക്കുന്ന സമയം, എത്യോപ്യ ഭാഷ സംസാരിക്കുന്ന എത്യോപ്യൻ വന്നു നിൽക്കുമ്പോൾ, ഗലീല ഭാഷ അറിയാവുന്ന ഗലീലക്കാരൻ ഗലീല ഭാഷയിലല്ല സംസാരിക്കുന്നത്, സ്വർഗീയ ഭാഷയിൽ, അന്യഭാഷകളിൽ അവർ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ
നാവിനും കേൾക്കുന്നവരുടെ കാതിനും ഇടയിൽ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയുന്ന പത്രോസിനും കേൾക്കുന്ന അറബിയുടെയും ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ വെളിപ്പെടുന്നു. അവന്റെ പേരത്രേ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദ ലോർഡ്. അവന്റെ പേരത്രേ ഹോളി സ്പിരിറ്റ്. ആമേൻ. ഇന്നും ആ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഇന്നും പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷകളുടെ വെളിപ്പാട് കിട്ടിയതിന് ശേഷം അതിപ്രിയപ്പെട്ടവരെ, വ്യാഖ്യാനത്തിന്റെ വെളിപ്പാടുകൾ. വ്യാഖ്യാനിയില്ല, ഞാൻ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ, എന്നിട്ട് അവൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, സഭയിൽ മിണ്ടാതെ. ഈ വചനങ്ങളൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാ പ്രിയരെ. ബൈബിൾ പറയുന്നു, സഹോദരന്മാരെ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കരുത്. ചിലർ പറയും വ്യാഖ്യാനി ഇല്ലാതെ വരുന്നു. ഒരിക്കലും അങ്ങനെ പറയരുത്. 1-2 അനുഭവങ്ങൾ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കൈമാറാം. വരുന്ന എപ്പിസോഡുകളിൽ തീർന്നിട്ടില്ല. ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. നിങ്ങൾ ഒരാളിൽ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഹോളി സ്പിരിറ്റ് ഇല്ല എന്നുള്ളതല്ല, നിങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആഗോള വ്യാപകമായി ആയിരങ്ങൾ അന്യഭാഷകളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാ. ബൈബിൾ പറയുന്നു, 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അന്യഭാഷകളെ കുറിച്ചുള്ള കാറ്റലോഗാണ്. എങ്ങനെ അത് യൂസ് ചെയ്യണം, എങ്ങനെ അത് വ്യാഖ്യാനിക്കണം, എങ്ങനെയാണ് അതിന്റെ സംസാര മേഖല എങ്ങനെയാണ് ബൈബിൾ പറഞ്ഞു വരുമ്പോൾ, ആമേൻ, പൗലോസ് പറയുന്നുണ്ട്, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മർമ്മങ്ങൾ സംസാരിക്കുകയാണ്, അവൻ മിസ്റ്ററി സംസാരിക്കുകയാണ്. ദൈവത്തിന് മിസ്റ്ററി എന്ന് പറയാൻ ഒന്നുമില്ല. ദൈവത്തിനെല്ലാം നഗ്നവും മലർന്നതുമാണ്. എന്നാൽ നിനക്ക് പലതും മിസ്റ്ററിയാണ്, രഹസ്യങ്ങളാണ്, മർമ്മങ്ങളാണ്. ഈ മർമ്മങ്ങൾ മറമാറ്റി നീ സംസാരിക്കുകയാ. ആമേൻ. അന്യഭാഷ പറയുമ്പോൾ അത് വ്യാഖ്യാനത്തോട് ബന്ധപ്പെട്ട പോകട്ടെ, ഞാനത് പിന്നീട് പറയാം. എന്നാൽ 1 കൊരിന്ത്യർ ലേഖനം 14-ാമത്തെ അധ്യായത്തിൽ വായിച്ചു വരുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, പൗലോസ് പറയുക, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ഞാൻ ആത്മാവ് കൊണ്ട് പാടും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നത്? മനസ്സിലാക്കിയുള്ള പ്രാർത്ഥന, കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രയർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പ്രാർത്ഥന മണ്ണിലിരുന്ന് വിണ്ണിലേക്ക് നോക്കിയുള്ള പ്രാർത്ഥന. എന്നാൽ ബൈബിൾ പറയുന്നു, ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, കമാൻ, വായ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. നീ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എവിടെ ഇരിക്കുന്നു? അവനോട് ചേർന്ന് ഇരുന്ന് അവനോട് കാതിൽ കാര്യം പറയുന്നതാണ് അന്യഭാഷകളിലുള്ള പ്രാർത്ഥന. അതുകൊണ്ട് പൗലോസ് അതേ അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. പ്രേയിങ് സ്പിരിറ്റ്, ആത്മാവിലുള്ള പ്രാർത്ഥന, ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അന്യഭാഷകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. 1 hour, 2 hour, 3 hour അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ 1 hour പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ പ്രാർത്ഥിക്കുക. ബാക്കിയുള്ള സമയം മുഴുവൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ബൈബിൾ പറയുന്നു, 1 കൊരിന്ത്യർ ലേഖനം 14-18, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. പൗലോസ് പറയുന്നു 14-18, നിങ്ങൾ എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബ്രീത്തിങ് പോലെയാ പ്രിയരെ പുതിയ നിയമസഭയ്ക്ക് അന്യഭാഷ. ആമേൻ. നിനക്ക് ശ്വാസോച്ഛ്വാസം എന്നതുപോലെയാണ് പുതിയ നിയമസഭയ്ക്ക് അന്യഭാഷ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബൈബിൾ പറയുന്നു, ആമേൻ, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ രാത്രി കിടന്നുറങ്ങിക്കേ. രാത്രി ഒന്ന് എഴുന്നേൽക്കേണ്ട വന്നാലും അറിയാതെ നിങ്ങളുടെ നാവ് തുറന്ന് നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം ആ സമയം നീ ദൈവത്തോട് സംസാരിക്കുകയാണ്. മനുഷ്യനോട് സംസാരിക്കുന്ന ലാംഗ്വേജ് അല്ല ഇത്, ദൈവത്തോട് സംസാരിക്കുന്ന ലാംഗ്വേജ്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവൻ നിന്നോട് സംസാരിക്കുവാൻ തയ്യാറാണ്. 1 hour നീ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ 5 minutes നീ മിണ്ടാതിരിക്കുക, അവൻ നിന്നോട് സംസാരിക്കും. 10 minutes മിണ്ടാതിരിക്കുക, 1 hour തന്നെ നീ മിണ്ടാതിരിക്കുക, അവൻ നിന്നോട് സംസാരിക്കുവാനിടയായി തീരുമോ. ഞാനിത് പറയുമ്പോൾ തന്നെ ചിലർ അന്യഭാഷകളാൽ നിറയുവാൻ പോകുകയാ, അന്യഭാഷകളാൽ നിറയുവാൻ പോകുകയാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യമനിൽ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം, അന്യഭാഷകളുടെ ആത്മസ്നാനം വേണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ നോക്കി വായ തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അന്യഭാഷകളെ കുറിച്ചുള്ള ക്ലാസ് ആണ്. ആ സഹോദരി വളരെ പെട്ടെന്ന് തന്നെ തന്റെ നാവിലേക്ക് തൊട്ട് നേരെ നോക്കി താൻ സ്തോത്രം പറയാൻ തുടങ്ങി. വിതിൻ സെക്കൻഡ്, ആരും കൈവെക്കാതെ തന്നെ ആ ഫ്ലോ പരിശുദ്ധാത്മാവ് അഴിച്ചു വിടുകയായിരുന്നു, നദി ഒഴുകുന്നത് പോലെ. ഇന്ന് ദൈവാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാണ്. ആഗോള വ്യാപകമായി, കമാൻ, ആഗോള വ്യാപകമായി പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തി തികച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരാ, നിങ്ങൾക്ക് അതിന്റെ അകത്തൊരു പങ്കുണ്ട്. കമാൻ, ഇത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
തന്നെ ആരൊക്കെയോ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ആരൊക്കെയോ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ചിലരുടെ ശരീരത്തിലേക്ക് ഷിവർ ചെയ്യുന്നത് പോലെ, കരണ്ട് അടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമാൺ, അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുക. ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങളായി നിങ്ങൾ ഒരു ഭാഷ തന്നെയാ പറയുന്നത് എങ്കിൽ പുതിയ ഭാഷകളെ ദൈവം പകരുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവർ പുതിയ 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 ഭാഷകൾ സംസാരിക്കും. ന്യൂ ലാംഗ്വേജസ്. നിങ്ങളെ പുതിയ മേഖലകളിലേക്ക്, ആത്മാവിന്റെ പുതിയ മണ്ഡലങ്ങളിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാവിലെ ഈ പകൽ അവൻ നിങ്ങളുടെ നാവിനെ തൊടുവാൻ പോകുകയാണ്. എന്തൊക്കെയോ തടസ്സം നിങ്ങൾക്ക് എതിർത്ത് നിൽക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടുന്നില്ല. കുറെ നേരം ആരാധിച്ചു നോക്കി വിടുതൽ കിട്ടുന്നില്ല. കൈ അടിച്ചു നോക്കി വിടുതൽ കിട്ടുന്നില്ല. എന്നാൽ ഇന്ന് ദൈവം പറയുക, ഒരു അരമണിക്കൂർ, 1 hour അന്യഭാഷകൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. 30 minutes. എത്രമാത്രം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്ര നിങ്ങൾ അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അന്നത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു അത്ഭുതം നടക്കാതിരിക്കുകയില്ല. കാര്യ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്. അവന്റെ ആത്മാവിന്റെ പ്രാർത്ഥനയിൽ ബന്ധനങ്ങൾ അഴിയുവാനിടയായി തീരും. ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വിടുതൽ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ജയത്തിന്റെ ഭാഷയാണ്, പരാജയത്തെ മാറ്റുന്ന ഭാഷയാണ്, പിശാചിന് കൺഫ്യൂസ്ഡ് ആകുന്ന ഭാഷയാണ്. നീ ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും പിശാചിന് അതറിയാം. മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ അറിയാം, ആംഗലേയ ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പൈശാചിക മേഖലയ്ക്ക് അതറിയാം. എന്നാൽ നീ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോ അവൻ കൺഫ്യൂസ്ഡ് ആണ്. കാരണം 2 പേർക്ക് മാത്രമേ ഇതിനെ തിരിച്ചറിവുള്ളൂ. 1 പറയുന്ന നിനക്കും, 2 അങ്ങേ തലയ്ക്ക് റിസീവർ എടുത്തവനും. മനുഷ്യനോട് അല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഇന്ന് ഞാൻ ഈ ശബ്ദം നിങ്ങൾക്ക് കൈമാറുമ്പോൾ തന്നെ അന്യഭാഷകൾ കമാൻ, ഈ മെസ്സേജ് കേട്ടിട്ട് ആരോ യാത്ര ചെയ്യുവാൻ ഒരുങ്ങുന്നു. നീ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, നീ ഡ്രൈവ് ചെയ്യുമ്പോൾ നിന്റെ നാം അന്യഭാഷകളാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഓ, ആ ലൈഫ് പിന്നെ സക്സസ് ആണ്, പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നില്ല, റഫ് ആൻഡ് ടഫ് അല്ല. പ്രൈസ്. പക്ഷി വാനത്തിൽ പറക്കുന്നത് പോലെ, മത്സ്യം വെള്ളത്തിൽ നീന്തുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ക്രിസ്ത്യൻ ലൈഫ് സിമ്പിൾ ആയിരിക്കും. കമാൺ, സ്പീക്കിംഗ് ടങ്സ്, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. വർഷങ്ങൾ പഴക്കമുള്ള ചില വിഷയങ്ങളോട് ഏറ്റുമുട്ടി തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ദൈവാത്മാവിൽ എന്നെ കാണുകയാണ്. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാ. വായു തുറന്ന് അന്യഭാഷകൾ പ്രാർത്ഥിച്ചു പ്രാപിച്ചുകൊള്ളുക. എന്നോട് ദൈവം പറയുന്നു, ആമേൻ പ്രാപിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു പോയത് മുഖാന്തര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം പറയുക, ആമേൻ, നിന്നിൽ നിന്നത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അതിൽ നിന്ന് നീയെ പുറകോട്ട് പോയിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ നിന്നെ അവൻ മുമ്പിലേക്ക് കൊണ്ടുവരികയാ. കാരണം ഇതൊരു ഗിഫ്റ്റ് അത്രേ, ഇതൊരിക്കലും നിന്നെ വിട്ടു പോവുകയില്ല. നീയാണ് അതിനെ വിട്ടു പോകുന്നത്. എന്നാൽ ഇന്ന് ദൈവം നിന്നെ മുമ്പോട്ട് കൊണ്ടുവരികയാ. വീണ്ടും 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 പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എത്ര പേരിനോട് ചേർന്ന് പ്രാർത്ഥിക്കും? കമാൻ, നിങ്ങൾ എന്നോട് ചേർന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകി തരുന്ന കൃപാവരങ്ങളുടെ മേഖല ഈ മാധ്യമത്തിൽ കൂടി ഞാൻ ഓപ്പൺ ആക്കുകയാ കർത്താവേ. പ്രത്യേക അന്യഭാഷകളെ കുറിച്ച് ഇന്ന് ഞാൻ ഈ വാക്കുകൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം തന്നെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആ ഹോളിലെ ടിവിയിൽ കൂടി നിങ്ങളുടെ കാതിലെത്തുന്ന ഈ ശബ്ദം ആ മുറി മുഴുവൻ നിറയ്ക്കുകയാണ്. മനസ്സ് നീറി പുകഞ്ഞ് തകർന്ന് ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടുകയാണ്. അപ്പനെയും അമ്മയെയും ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു മകൻ ഇപ്പോൾ ദൈവം നിന്നെ തൊടുകയാണ്. എത്ര ശ്രമിച്ചിട്ടും മറുപടിയില്ല, എത്ര ശ്രമിച്ചിട്ടും ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഓ, നീ സ്പിരിറ്റിലേക്ക് വാ സഹോദര. ഓ, ചില സഭകൾ മുഴുവൻ ആത്മാവിനാൽ നിറയുന്ന സമയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ചില ആലയങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ പുകയാൽ നിറയപ്പെടുവാൻ പോകുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. ഇപ്പോൾ തന്നെ അവർ നാവ് തുറന്ന് അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങട്ടെ. അത് ലിസി എന്ന പേര്, ബിജു എന്നൊരു പേര് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ നാവ് അന്യഭാഷകളാൽ ഇപ്പോൾ നിറയട്ടെ. താങ്ക് യു ലോർഡ്. ജെയിംസ് എന്നൊരു പേര് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. നഷ്ടപ്പെട്ടു പോയതാണ്,
നഷ്ടമാണ്. എന്നാൽ ദൈവം നിനക്കത് തിരിച്ചു തരികയാണ്. നഷ്ടബോധമോർത്ത് നീ കരയേണ്ട ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. അടിയൻ കരങ്ങൾ ഉയർത്തി ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. നിറയട്ടെ കർത്താവേ, നിറയട്ടെ. നീ അത് ചെയ്ത കൃപയ്ക്കായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മേഖലകളിലേക്ക് ധാരാളം 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 വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പാമ്പാടിക്കടുത്ത് ബിൽഡിങ്സിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണിയാകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ആരാധന. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന് സത്യത്തിലും നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക. വരിക, നമുക്കൊരു ഞായറാഴ്ച ഒരുമിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരാധിക്കാം. കൃപാവരങ്ങളുടെ ആക്ടിവേഷനോടുകൂടി മടങ്ങാം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് എന്താണ്? വിളിച്ചു പറയുക. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കണമോ? പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. കൗൺസിലിംഗ് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി വിളിക്കുക. വരിക, ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പാമ്പാടിക്കണത്തിൽ ബിൽഡിങ്സിലേക്ക്, റഹബോത്ത് വർഷിപ്പ് സെന്ററിന്റെ ആരാധനകളിലേക്ക് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാം. കൃപാവരങ്ങളോടുകൂടി നിൽക്കാം. മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. അഭിഷേകത്തോടുകൂടി നിൽക്കുക. എന്നെക്കാൾ അധികം ശക്തമായ ദൈവത്തിന് നിങ്ങളെ യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വളരെ പവറായ ദൈവത്തിന് വേണ്ടി നിൽക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുങ്ങളടുത്ത് വ്യാഴാഴ്ച അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആർക്കെങ്കിലും ഇത് സ്പോൺസർ ചെയ്യണം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് രാജ്യം അറിയണം, ദേശം അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിടുതൽ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതറിഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. ഇതുവരെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈയോർത്തി പിടിച്ച്, ഇതുവരെ ഞാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുങ്ങി വെള്ളത്തിൽ മുങ്ങി ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല പാസ്റ്ററെ, എനിക്കത് അറിയാം. ഒന്ന് കൈയുയർത്തി പിടിച്ച് ധൈര്യത്തോടെ കൈയുയർത്തി പിടിച്ച് തലയ്ക്ക് മുകളിൽ ആ കൈ ഉയർന്നിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ലജ്ജയില്ലാതെ വിശ്വാസികളോടല്ല ഞാൻ പറഞ്ഞു, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാനുള്ള ഞങ്ങളുടെ സഹോദരങ്ങളോട് ധൈര്യത്തോടെ കൈയുയർത്തി പിടിക്കുക. 14-ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കാൻ ഈ പാവപ്പെട്ടവരെ കൃപ തന്ന നസ്രായന്റെ സ്നേഹം ധൈര്യത്തോടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇതുവരെ ഞാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ല പാസ്റ്റർ. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവർ മാത്രം കൈ ഉയർത്തിപ്പിടിക്കുക. എനിക്ക് ഈ സ്റ്റേജിൽ ഇടയില്ലാതായി പോയി. ഇല്ല, ഞാൻ അവരെ പിടിച്ചാലേ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച്. കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഇഷ്ടം. കാരണം ഈ രാത്രി യേശു നിങ്ങളെ സ്നേഹിക്കുക. അവൻ നിങ്ങളെ ഇവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ ദയവായിട്ട് എനിക്ക് വേണ്ടി? In the name of Jesus, ആ കൈ ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ജയമുണ്ടാകട്ടെ. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ചെറുപ്പക്കാരായി ഇവിടെ കൈ ഉയർത്തി നിൽക്കുന്നേ. നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുക, നിങ്ങളൊരു ആർമിയായി മാറാൻ പോകയാ, നിങ്ങളൊരു സൈന്യമായി മാറാൻ പോകയാ. ആ കൈ ഉയർത്തിയ സഹോദരങ്ങളൊന്ന് മുമ്പിലേക്ക് വന്നു, ഈ സ്റ്റേജിലേക്ക് വന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പലരെയും കണ്ടു. ആ കൈ ഉയർത്തിയ സഹോദരിമാർ കമാൻ മുമ്പിലേക്ക് വന്നു, ഈ സ്റ്റേജിലേക്ക് വന്നാട്ടെ. എന്നിട്ട് നിൽക്കുന്ന സഹോദരങ്ങളെല്ലാം മുമ്പിലേക്ക് അടുത്തടുത്ത് നിന്നാണ് നവൊന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകെ. പല സഹോദരിമാർ കൈവക്കി ഞാൻ അവരെ കണ്ടതാണ്. യേശുവിന്റെ നാമത്തിൽ 1, 2, 3, 4 സഹോദരിമാർ, 5 സഹോദരിമാർ പ്രാർത്ഥിക്കാൻ പോകയാ. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി സ്നാനം ഉണ്ടായിരുന്നേ ഒരാളെ നോക്കിയിട്ട് ഞാനിവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ രാത്രി സ്വന്തമാക്കിയ അഭിഷേകത്തെ പറയില്ല ചെമ്മി പോലെ തലയ്ക്ക് ബന്ധിച്ച പ്രാർത്ഥന രാത്രി അഴിയുകയാ. അത്ഭുതം നടന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, യേശുവിൻ നാമത്തിൽ തന്നെ. जब से प्यारा यीशु आया मेरा जीवन बदल गया. जब से प्यारा यीशु आया मेरा जीवन बदल गया. जब से मैंने उसे है पाया मेरा जीवन बदल गया. जब से प्यारा यीशु आया मेरा जीवन बदल गया.